നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടമുള്ള ജീവികളാണ് ചിത്രശലഭങ്ങൾ. അവയുടെ മനോഹരമായ ചിറകുകൾ പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. പക്ഷെ ഈ മനോഹാരിതയുടെ തുടക്കം വളരെ വിചിത്രമായ ഒരു ജീവിയിൽ നിന്നുമാണ്. ആ ജീവിയെ നമ്മൾ ആരും തന്നെ പൊതുവെ ഓർക്കുക പോലുമില്ല. അതാണ് കാറ്റർപില്ലാർ. ചിത്രശലഭമാകാനുള്ള ജൈത്രയാത്രയുടെ ആരംഭഘട്ടമാണത്. വെറും നിസ്സാരമായ പുഴുക്കളായിട്ടായിരിക്കും നമ്മൾ കാറ്റർപില്ലാർസിനെ പരിഗണിക്കുന്നത്. പക്ഷേ അതിജീവനത്തിന് വേണ്ടി വിചിത്രമായ കഴിവുകളുള്ള, അപൂർവമായ സവിശേഷതകളുള്ള, ശരിക്കും അത്ഭുതാവഹമായ ജീവികളാണ് കാറ്റർപില്ലാർസ്. കൗതുകം തോന്നിപ്പിക്കുന്ന ഈ ജീവികളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ള രണ്ടാമത്തെ ജീവി വർഗമാണ് ലെപ്പിഡോപ്റ്ററ. ഈ വർഗത്തിൽ 2 ടൈപ്പ് ജീവികളുണ്ട്, ചിത്രശലഭങ്ങളും മോത്തുകളും. രണ്ടും ഏകദേശം ഒരേപോലത്തെ ജീവികളാണ്. നിലവിൽ 1,80,000-ഓളം വ്യത്യസ്ത തരം ലെപ്പിഡോപ്റ്ററകളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കാറ്റർപില്ലാർസും അത്രയേറെ വൈവിധ്യമാർന്നതാണ്. കാരണം ചിത്രശലഭങ്ങളുടെയും മോത്തുകളുടെയും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ജീവികളാണ് കാറ്റർപില്ലാർസ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കാറ്റർപില്ലാർസ് ആണ് ചിത്രശലഭങ്ങളുടെയും മോത്തുകളുടെയും ജീവിതചക്രത്തിന്റെ തുടക്കം. ഈ കാറ്റർപില്ലാർസിനെയാണ് പൊതുവെ നമ്മൾ പുഴുക്കൾ എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ കാറ്റർപില്ലാർസിനും ഏതാനും ചില ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെയാണ് ആയുസ്. അത് കഴിയുമ്പോൾ അവ ജീവിതചക്രത്തിന്റെ അടുത്ത ഘട്ടമായ പ്യൂപ്പ സ്റ്റേജിലേക്ക് പ്രവേശിക്കും. എന്നാൽ ചില കാറ്റർപില്ലാർസ് വർഷങ്ങളോളം വരെ ജീവിച്ചിരിക്കും. അതിനൊരുത്തമ ഉദാഹരണമാണ് ആർട്ടിക് വോളി ബിയർ മോത്ത്. കാറ്റർപില്ലാർ ഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് ഈ വർഗം മോത്താണ്. ഇവ 14 വർഷം വരെ കാറ്റർപില്ലാർ ആയിട്ട് ജീവിക്കും. -70°C വരെ താപനില കുറയുന്ന കൊടും തണുപ്പുള്ള ആർട്ടിക് പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ഈ തീവ്രമായ തണുപ്പിൽ നിന്നും അതിജീവിക്കാൻ ഇവ ശീതകാലം മുഴുവൻ ഡയാപൗസിലായിരിക്കും. ഹൈബർനേഷന് സമാനമായ ഒരു അവസ്ഥയാണ് ഡയാപൗസ്. പേര് പോലെ തന്നെ ഇവയുടെ ജീവിതചക്രം പൗസ് ആക്കി വെക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണിത്. സമ്മർ സീസൺ ആകുമ്പോൾ മാത്രമാണ് ഡയാപൗസിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ സമ്മർ സീസൺ എന്നത് ഏതാനും ചില ആഴ്ചകൾ മാത്രമേ കാണൂ. അത് കഴിയുമ്പോൾ ഇവ വീണ്ടും ഡയാപൗസിലേക്ക് പോകും. അതായത് ഒരു വർഷം ഏകദേശം ഭൂരിഭാഗം സമയവും ഇവ ഡയാപൗസിലായിരിക്കും. ഇതുകൊണ്ടാണ് ഇവ 14 വർഷം വരെ ജീവിച്ചിരിക്കുന്നത്. എന്തായാലും ഏകദേശം എല്ലാ കാറ്റർപില്ലാർസും സസ്യഭുക്കുകളാണ്. പ്രധാനമായും ചെടികളുടെ ഇലകളാണ് ഇവ കഴിക്കുന്നത്. ചിത്രശലഭങ്ങളും മോത്തുകളും ഏതെങ്കിലും ചെടികളിലായിരിക്കും മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കാറ്റർപില്ലാർസ് ആ ചെടിയെ തന്നെ ആയിരിക്കും ആദ്യം ഭക്ഷിച്ചു തുടങ്ങുന്നത്. എല്ലാ കാറ്റർപില്ലാർസും അടിസ്ഥാനപരമായി ആഹാരം കഴിക്കുന്ന മെഷീൻസ് ആണ്. കഴിക്കുക എന്നത് മാത്രമാണ് കാറ്റർപില്ലാർസിന്റെ ജോലി. അതുകൊണ്ട് തന്നെ ഇവ പ്യൂപ്പ ആകുമ്പോഴേക്കും, അതായത് കാറ്റർപില്ലാർ ഘട്ടം കഴിയുമ്പോഴേക്കും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴുണ്ടായിരുന്നതിന്റെ 10,000 മടങ്ങ് വരെ ഭാരം വയ്ക്കും. താരതമ്യേന പറഞ്ഞാൽ ഒരു നവജാത ശിശു കാറ്റർപില്ലാർസിനെ പോലെ കഴിക്കുകയാണെങ്കിൽ ടീനേജ് എത്തുമ്പോഴേക്കും 30,000 കിലോ ഭാരത്തിലെത്തും. ഇത്രയും വേഗത്തിൽ വളരുന്നതുകൊണ്ട് കാറ്റർപില്ലാർസ് പലതവണ അവയുടെ പുറംതോട് പൊഴിക്കാറുണ്ട്. പക്ഷികൾ, തവളകൾ, കടന്നലുകൾ, ചിലന്തികൾ അങ്ങനെ ഒരുപാട് ജീവികളുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരമാണ് കാറ്റർപില്ലാർസ്. അതുകൊണ്ട് തന്നെ പ്രഡറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ കാറ്റർപില്ലാർസ് പല വിധത്തിലുമുള്ള ഡിഫൻസ് സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം കാറ്റർപില്ലാർസ് ആണ് ഡാൽസെറിഡേ. ഇവയുടെ മനോഹരമായ രൂപം കാരണം ഇവ ജുവൽ കാറ്റർപില്ലാർസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഒരുപാട് നിറങ്ങളിലും വെറൈറ്റികളിലും ഇവയെ കാണപ്പെടാറുണ്ട്. ഓരോന്നും ഒന്നിനൊന്നും മനോഹരവുമാണ്. പുറം ഭാഗം മുഴുവൻ ജെല്ല് പോലത്തെ പദാർത്ഥം കൊണ്ട് നിറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവയെ മനോഹരമാക്കുന്നതും. പ്രത്യക്ഷത്തിൽ ഇവയ്ക്ക് ജെല്ലി മിഠായിയുടേത് പോലത്തെ രൂപമാണ്. ഇത് കാണുമ്പോൾ ആർക്കായാലും ഇതിനെ എടുത്ത് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നും. പുറം ഭാഗത്തിൽ കാണുന്ന ജെല്ലി പോലത്തെ പദാർത്ഥം യഥാർത്ഥത്തിൽ പശയാണ്. ഈ പശയാണ് ഇവയുടെ സെൽഫ് ഡിഫൻസ്. അതായത് ഏതെങ്കിലും പ്രഡറ്റർ ആക്രമിക്കാൻ വരുമ്പോൾ ഈ പശ വായിലും കൈകളിലും കാലുകളിലുമൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് കാരണം പ്രഡറ്ററിന് അനങ്ങാൻ പോലും പറ്റാതെ വരും. ആവശ്യമെങ്കിൽ ഈ പശയുടെ പാഡ്സ് കാറ്റർപില്ലാർസിനെ ഇളക്കി കളയാനും കഴിയും. അങ്ങനെ പ്രഡറ്റർ പശയിൽ കുടുങ്ങിക്കിടക്കുന്ന സമയം കൊണ്ട് കാറ്റർപില്ലാർസിന് ഉയരം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ഈ ഡിഫൻസ് മെക്കാനിസം ചിലന്തികളും ഉറുമ്പുകളും പോലെയുള്ള തീരെ ചെറിയ പ്രഡറ്റേഴ്സിനെതിരെ മാത്രമേ വർക്കാവുകയുള്ളൂ. വലിയ പ്രഡറ്റേഴ്സ് ആണെങ്കിൽ ഇവയെ നിസ്സാരമായിട്ട് എടുത്ത് കഴിക്കും. ഉർട്ടിക്കേറ്റിംഗ് കാറ്റർപില്ലാർസ് എന്നൊരു വിഭാഗം കാറ്റർപില്ലാർസ് ഉണ്ട്. ഇവയുടെ ശരീരത്തിൽ ധാരാളം മുള്ളുകൾ ഉണ്ടായിരിക്കും. അതൊരുപക്ഷെ വലിയ മുള്ളുകളോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാൻ പോലും പറ്റാത്ത തീരെ ചെറിയ മുള്ളുകളോ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഈ മുള്ളുകൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നാൽ അവ നിറയെ വിഷമാണ്. ഈ വിഷം തന്നെയാണ് ഇവയുടെ മറ്റൊരു ഡിഫൻസ് മെക്കാനിസവും.
പ്രഡറ്റേഴ്സ് ഈ കാറ്റർപില്ലാഴ്സിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പുറം ഭാഗത്തുള്ള ഈ മുള്ളുകൾ ഒടിയുകയും മുള്ളുകൾക്കുള്ളിലുള്ള വിഷം പ്രഡറ്ററിന്റെ ദേഹത്ത് കയറുകയും ചെയ്യും. ഇവയെ വെറുതെ ഒന്ന് തൊടുന്നത് പോലും ഡേഞ്ചറസ് ആണ്. കാരണം തൊടുമ്പോൾ തന്നെ ഇവയുടെ മുള്ളുകളിലുള്ള വിഷം നമ്മുടെ സ്കിന്നിലിറങ്ങും. അനന്തരഫലമായി നമുക്ക് കാര്യമായ സ്കിൻ റിയാക്ഷൻസും വേദനയും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകും. അതിനു പുറമെ മറ്റു പല അലർജറ്റിക് റിയാക്ഷൻസ്, വോമിറ്റിംഗ്, തലവേദന, തലചുറ്റൽ, പനി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് തരം കാറ്റർപില്ലാഴ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഭാഗ്യവശാൽ ഇവയൊന്നും മനുഷ്യരുടെ ജീവന് ഭീഷണിയല്ല. എന്നിരുന്നാലും കാറ്റർപില്ലാഴ്സിനെ പിടിക്കാൻ വരുന്ന പ്രഡറ്റേഴ്സ് കൊല്ലപ്പെടാൻ ഈ വിഷം തന്നെ ധാരാളമാണ്. പക്ഷേ മനുഷ്യര് പൂർണ്ണമായും സേഫ് അല്ല. എന്തെന്നാൽ ലുണോമിയ ഒബ്ലിക്വ എന്നൊരു തരം കാറ്റർപില്ലാറുണ്ട്. ഈ കാറ്റർപില്ലാറിന്റെ മുള്ളുകളിൽ മാരകമായ പലതരം ടോക്സിൻസും അടങ്ങിയിട്ടുണ്ട്. ഈ ടോക്സിൻസ് മനുഷ്യന്റെ ഉള്ളിൽ പോയാൽ തീവ്രമായ ഹെമോറജിക് സിൻഡ്രോം ഉണ്ടാകും. അതായത് ഈ ടോക്സിൻസ് ബ്ലീഡിംഗ് തടയാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ശേഷിയെ ഇല്ലാതാക്കും. അനന്തരഫലമായി മൂക്കിലൂടെയൊക്കെ നിരന്തരമായിട്ട് ബ്ലീഡിംഗ് ചെയ്തുകൊണ്ടിരിക്കും. അതിനു പുറമെ തലച്ചോറും ലങ്സും പോലെയുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളിലും ബ്ലീഡിംഗ് സംഭവിക്കും. ഒപ്പം കിഡ്നികൾക്കും കാര്യമായ തകരാറുണ്ടാകും. ഇതിന്റെയൊക്കെ അനന്തരഫലമായി കൃത്യമായി ചികിത്സ കിട്ടാതിരുന്നാൽ മരണം വരെ സംഭവിക്കും. അത്രയേറെ അപകടകാരികളാണ് ലുണോമിയ ഒബ്ലിക്വ. ഇവ പൊതുവെ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, മറിച്ച് വലിയ കൂട്ടങ്ങളായിട്ടാണ്. മരണം സംഭവിച്ചിട്ടുള്ള ഒട്ടുമിക്ക കേസുകളിലും യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരുപാട് കാറ്റർപില്ലാഴ്സിന്റെ കുത്ത് കിട്ടിയതാണ് കാരണം. ഭാഗ്യവശാൽ ഇവ സൗത്ത് അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നിലവിൽ ഈ കാറ്റർപില്ലാറിന്റെ വിഷയത്തിൽ പല ഗവേഷണങ്ങളും നടത്തുന്നുണ്ട്. കാരണം ഇതുപയോഗിച്ച് ബ്ലഡ് ക്ലോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. എന്തായാലും പൊതുവെ എല്ലാ കാറ്റർപില്ലാഴ്സും അവയുടെ ശരീരത്തിൽ തന്നെയാണ് ഈ വിഷം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ അപൂർവം ചില കാറ്റർപില്ലാഴ്സ് മാരക വിഷമുള്ള ചെടികളിൽ നിന്നുമാണ് വിഷം ശേഖരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ കാറ്റർപില്ലാഴ്സ്. ഇത്തരം കാറ്റർപില്ലാഴ്സിനെ തൊട്ടതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല. പകരം ഇവയെ കഴിക്കുമ്പോഴാണ് ആ വിഷം ബാധിക്കുന്നത്. ഇത്തരം കാറ്റർപില്ലാഴ്സ് എല്ലാം പൊതുവെ വളരെ ബ്രൈറ്റ് ആയ നിറങ്ങളുള്ളവയായിരിക്കും. എന്നെ തൊട്ടാൽ വിവരമറിയും എന്നൊരു മുന്നറിയിപ്പാണ് ഈ ബ്രൈറ്റ് നിറങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രഡറ്റേഴ്സ് ഒക്കെ ഇത്തരം കാറ്റർപില്ലാഴ്സിനെ ഭക്ഷിക്കാൻ ധൈര്യപ്പെടാറില്ല. കാറ്റർപില്ലാഴ്സിന്റെ മറ്റൊരു ഡിഫൻസ് മെക്കാനിസമാണ് മിമിക്കിംഗ്. അതായത് അവയെ കണ്ടാൽ മറ്റെന്തെങ്കിലും ജീവിയെ പോലെ അല്ലെങ്കിൽ വസ്തുക്കളെ പോലെ തോന്നും. അതിനൊരുത്തമ ഉദാഹരണമാണ് സ്വാലോ ടെയിൽ ബട്ടർഫ്ലൈ കാറ്റർപില്ലാർ. ഇതിന്റെ തല കാണുമ്പോൾ പെട്ടെന്ന് പാമ്പിന്റെ തല പോലെ തോന്നും. ഈ കാണുന്ന വലിയ കണ്ണുകൾ യഥാർത്ഥത്തിൽ വെറും ഡിസൈൻ മാത്രമാണ്, അല്ലാതെ അവിടെ ശരിക്കും കണ്ണുകളൊന്നുമില്ല. ഇതുപോലെ ഫേക്ക് കണ്ണുകളുള്ള വേറെയും നിരവധി കാറ്റർപില്ലാർസ് ഉണ്ട്. ഉദാഹരണത്തിന് സാഡിൽ ബാക്ക് കാറ്റർപില്ലാർസ്. ഇതിന്റെ മുന്നിലും പിന്നിലും വലിയ കണ്ണുകൾ പോലെ തോന്നിക്കുന്ന ഡിസൈൻ ഉണ്ട്. അതിനു പുറമെ ഇതിന് മുള്ളുകളുമുണ്ട്. അപ്പോൾ ഇത് ആകെ മൊത്തത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവിയാണെന്ന് കാണുമ്പോൾ തന്നെ പ്രഡറ്റേഴ്സിന് തോന്നും. ചില കാറ്റർപില്ലാഴ്സിനെ കാണുമ്പോൾ പക്ഷികളുടെ കാഷ്ടം പോലെ തോന്നും. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രഡറ്റേഴ്സ് ഈ കാറ്റർപില്ലാഴ്സിനെ പിടിക്കാൻ ശ്രമിക്കാറില്ല. ജയന്റ് സ്വാലോടെയിൽ കാറ്റർപില്ലാഴ്സും വൈസ്രോയ് കാറ്റർപില്ലാഴ്സും ഒക്കെയാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ. ചില കാറ്റർപില്ലാഴ്സിനെ കാണാൻ ചുള്ളിക്കമ്പ് പോലെയാണ്. അവയുടെ നീളവും രൂപവും എല്ലാം തന്നെ ചുള്ളിക്കമ്പിനോട് സാദൃശ്യമാണ്. പെപ്പേർഡ് മോത്ത് കാറ്റർപില്ലാഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണം. ചില കാറ്റർപില്ലാഴ്സിന് ഇലകളുടെ നിറമായിരിക്കും. അതുകൊണ്ട് ഇലയിലിരിക്കുമ്പോൾ അവയെ പെട്ടെന്ന് കാണാൻ പോലും പറ്റില്ല. പ്രൊമിനന്റ് മോത്ത് കാറ്റർപില്ലാഴ്സ് ആണ് അതിന്റെ ഒരു ഉദാഹരണം. ഇതുപോലെ മിമിക്കിംഗ് ചെയ്യാൻ കഴിയുന്ന ഇനിയും ഒരുപാട് തരം കാറ്റർപില്ലാഴ്സ് ഉണ്ട്. ഏകദേശം എല്ലാ കാറ്റർപില്ലാഴ്സും സസ്യഭോഗികളാണെന്ന് പറഞ്ഞെങ്കിലും അപൂർവം ചിലത് കാർണിവോറസ് ആണ്. അപൂർവം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് വർഗ്ഗങ്ങളിൽ ആകെ 0.1% മാത്രമാണ് മാംസഭുക്കുകൾ. ഉദാഹരണത്തിന് ഹാർവസ്റ്റർ ബട്ടർഫ്ലൈ കാറ്റർപില്ലാർ. വൂളി ആഫിഡ്സ് എന്നൊരു തരം ചെറിയ പ്രാണികളാണ് ഇവയുടെ ആഹാരം. ഇരയെ പിടിച്ചിട്ട് അവയിൽ നിന്നും ഫ്ലൂയിഡ്സ് വലിച്ചൂറ്റിയെടുക്കുന്നതാണ് ഈ കാറ്റർപില്ലാഴ്സിന്റെ രീതി. വളരെ വിചിത്രമായ ഒരുതരം കാർണിവോറസ് കാറ്റർപില്ലാഴ്സ് ആണ് ട്രാഷ് ലൈൻ കാറ്റർപില്ലാഴ്സ്. ഇവ പല വസ്തുക്കളും ഉപയോഗിച്ച് ഒരു പുറംതോടുണ്ടാക്കും. പ്രധാനമായും മറ്റ് ജീവികളുടെ എല്ലുകളും അവശിഷ്ടങ്ങളുമൊക്കെ ആയിരിക്കും ഈ പുറംതോടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അതുകൊണ്ട് തന്നെ ഇവയെ ബോൺ കളക്ടേഴ്സ് എന്നും അറിയപ്പെടാറുണ്ട്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും പ്രഡറ്റേഴ്സിൽ നിന്നും മറഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറംതോടുണ്ടാക്കുന്നത്. ഇവയുടെ തല മാത്രമായിരിക്കും പുറത്തു കാണുന്നത്. ശത്രുക്കളെ കണ്ടാൽ ഉടൻ തന്നെ തലയും കൂടെ ഉള്ളിലേക്ക് വലിക്കും. അതായത് ഏതാണ്ട് ആമകളെ പോലെ. ഇവയുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് തന്നെ സിൽക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ആ സിൽക്ക് ഉപയോഗിച്ചാണ് ഈ പുറംതോടിലുള്ള വസ്തുക്കളെയൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. സസ്യം തന്നെയാണ് ഇവയുടെ പ്രധാന ആഹാരം. എന്നിരുന്നാലും കുഞ്ഞു പ്രാണികളും ഇവയുടെ ഡയറ്റ് പ്ലാനിലുണ്ട്. ചിലപ്പോഴൊക്കെ ഇവ ചിലന്തി വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരകളെയും ചെന്ന് മോഷ്ടിക്കാറുണ്ട്. വളരെ കൗതുകകരമായ മറ്റൊരു തരം കാറ്റർപില്ലാഴ്സ് ആണ് ആന്റ് ഈറ്റിംഗ് കാറ്റർപില്ലാഴ്സ്.
പേര് പോലെ തന്നെ ഉറുമ്പുകളെയാണ് ഇവ ഭക്ഷിക്കുന്നത്. പക്ഷെ അതിന് ഇവയ്ക്കൊരു പ്രത്യേക രീതിയുണ്ട്. അതായത് ആദ്യം ഏതെങ്കിലും ഉറുമ്പിനെ ആകർഷിക്കാൻ ഇത് തന്റെ ശരീരത്തിൽ നിന്നും മധുരമുള്ള ഒരുതരം പാനീയത്തിന്റെ തുള്ളി പുറത്തുവിടും. അതിനെ ആകർഷിച്ച് ഏതെങ്കിലും ഒരു ഉറുമ്പ് വരും. ഉറുമ്പ് ആ തുള്ളി കുടിക്കുന്നതിനിടയിൽ കാറ്റർപില്ലാർ ഒരുതരം ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങും. അത് സാധാരണഗതിയിൽ ഉറുമ്പുകളുടെ രാജ്ഞി എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി പുറത്തുവിടുന്നത് പോലത്തെ ശബ്ദമായിരിക്കും. ഈ ശബ്ദം കേൾക്കുന്നതും ഇത് തന്റെ രാജ്ഞിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഉറുമ്പ് ഈ കാറ്റർപില്ലാറിനെയും വലിച്ചെടുത്തുകൊണ്ട് തന്റെ കോളനിയിലേക്ക് പോകും. കോളനിയിലെ ഉറുമ്പുകൾക്ക് യഥാർത്ഥത്തിൽ നിസ്സാരമായിട്ട് തന്നെ ഈ കാറ്റർപില്ലാറിനെ കൊന്നുകളയാൻ സാധിക്കും. പക്ഷെ എല്ലാ ഉറുമ്പുകളും ഈ കാറ്റർപില്ലാറിനെ രാജ്ഞിയായിട്ട് തന്നെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഉറുമ്പുകൾ കാറ്റർപില്ലാറിനെ ഒന്നും ചെയ്യില്ല. ശേഷം കാറ്റർപില്ലാർ അതിന്റെ ജോലി തുടങ്ങും. അതായത് കോളനിയിലുള്ള സകല മുട്ടകളും കഴിക്കാൻ തുടങ്ങും. പിന്നെ മാസങ്ങളോളം സമയമെടുത്ത് ആ കോളനിയിലുള്ള സകല മുട്ടകളും തീർക്കും. ഇനി ഇതിനേക്കാളുമൊക്കെ വിചിത്രമായ മറ്റൊരു കാറ്റർപില്ലാറുണ്ട്. അതാണ് ഹവായിയൻ ഇൻജുവേംസ്. പേര് പോലെ തന്നെ ഇതിനെ ഹവായിയൻ ദ്വീപായ ഒവാഹുവിലാണ് കാണപ്പെടുന്നത്. വളരെ വയലന്റ് ആയിട്ടാണ് ഇവ ഇര പിടിക്കുന്നത്. അതിന്റെ കൊക്കിലൊതുങ്ങുന്ന ഏകദേശം എല്ലാ ജീവികളെയും അത് വേട്ടയാടും. ഇവയ്ക്ക് വെറും 1 ഇഞ്ച് മാത്രമേ വലിപ്പമുള്ളൂ. സാധാരണ മറ്റ് കാറ്റർപില്ലാർസിനെ പോലെ ഇവ ഇഴഞ്ഞു നടക്കുന്നവയല്ല. ഇവയുടെ രണ്ടറ്റങ്ങളിലും കാലുകളുണ്ട്. ഈ കാലുകൾ ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിലാണ് ഇവ നടക്കുന്നത്. ഇവ ഏതെങ്കിലും ഇലകളിൽ കയറി പിന്നിലുള്ള കാലുകൾ ഉപയോഗിച്ച് വടി പോലെ പൊങ്ങി നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഒരു തരി പോലും അനങ്ങാറില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇത് ചെടിയുടെ തന്നെ തണ്ട് പോലത്തെ ഭാഗമാണെന്ന് തോന്നും. അതിനു പുറമെ ഇവയുടെ നിറം പൊതുവെ ഇലകളുമായിട്ട് ചേരുന്നതുമായിരിക്കും. അതിനാൽ ഇവ ഇങ്ങനെ ഇലയിൽ നിൽക്കുമ്പോൾ ഇരകൾ പെട്ടെന്ന് ഇവയെ ശ്രദ്ധിക്കുകയുമില്ല. ഇതറിയാതെ അടുത്തു വരുന്ന ഇരയെ വളരെ വേഗത്തിൽ മറ്റേ അറ്റത്തിലുള്ള കാലുകൾ ഉപയോഗിച്ച് കാറ്റർപില്ലാർ പിടിച്ചെടുക്കും. വേഗത്തിൽ എന്ന് വെച്ചാൽ 1 സെക്കൻഡിന്റെ 10% സമയം പോലും എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇരകൾക്ക് റിയാക്ട് ചെയ്യാനുള്ള സാവകാശം പോലും കിട്ടാറില്ല. അങ്ങനെ പിടിച്ചെടുത്ത ശേഷം ആ ഇരയെ ജീവനോടെ തന്നെ പതിയെ പതിയെ തിന്നുകയും ചെയ്യും. ഇവയ്ക്ക് പൂർണ്ണമായ അന്ധകാരത്തിൽ പോലും കൃത്യമായിട്ട് തന്നെ ഇര പിടിക്കാൻ കഴിയും. കാരണം ഇവയുടെ ശരീരത്തിൽ നിറയെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറു രോമങ്ങളുണ്ട്. ഈ രോമങ്ങൾക്ക് ചലനത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാൽ ഇരകൾ അടുത്തെത്തുമ്പോൾ ആ ചലനം ഡിറ്റക്ട് ചെയ്ത് ഇരകളെ പിടിക്കാനാകും. ആകെ മൊത്തത്തിൽ ചെറിയ പ്രാണികളുടെയൊക്കെ ഒരു പേടി സ്വപ്നം തന്നെയാണ് ഈ കാറ്റർപില്ലാർ. കാറ്റർപില്ലാർസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമുണ്ട്. അതാണ് സിൽക്ക് വേംസ്, അതായത് പട്ടുനൂൽ പുഴു. അതെ, പട്ടുനൂൽ പുഴുക്കളും യഥാർത്ഥത്തിൽ കാറ്റർപില്ലാർസ് ആണ്. അതിമനോഹരമായ സിൽക്ക് മോത്ത് എന്നറിയപ്പെടുന്ന ശലഭത്തിന്റെ കാറ്റർപില്ലാറാണ് സിൽക്ക് വേം. ഇവ പൂർണ്ണമായും മനുഷ്യര് വളർത്തുന്ന ഒരു വർഗമാണ്. പ്രകൃതിയിൽ അല്ലാതെ ഇവയെ കാണാൻ പറ്റില്ല. ഇവ ഒരുതരം സിൽക്ക് ഉൽപ്പാദിപ്പിക്കും. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവയെ മനുഷ്യര് വളർത്തുന്നത്. കാറ്റർപില്ലാർ സ്റ്റേജിന്റെ അവസാന ഘട്ടമാകുമ്പോൾ പ്യൂപ്പ സ്റ്റേജിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ കൂട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സിൽക്ക് വേംസ് യഥാർത്ഥത്തിൽ സിൽക്ക് നിർമ്മിക്കുന്നത്. ആ കൂടിനെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. സിൽക്ക് വേംസിന്റെ വായിൽ നിന്നുമാണ് സിൽക്ക് പുറത്തു വരുന്നത്. ഈ സിൽക്കിനെ സ്വന്തം ശരീരത്തിന് ചുറ്റും കെട്ടിപ്പൊതിഞ്ഞ് വെച്ചാണ് സിൽക്ക് വേംസ് കൂട് നിർമ്മിക്കുന്നത്. ഒരു സിൽക്ക് വേമിന്റെ കൂടിൽ നിന്നും എടുക്കുന്ന സിൽക്കിന് ഏകദേശം 1 കിലോമീറ്ററോളം വരെ നീളമുണ്ടായിരിക്കും. ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് പേരാണ് സിൽക്ക് വ്യവസായ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ സിൽക്ക് വേം കൃഷി ചെയ്യുന്നുമുണ്ട്. പക്ഷേ എങ്കിലും ലോകത്തിൽ സിൽക്ക് നിർമ്മിക്കുന്നതിൽ 2ാം സ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ലോകത്തിൽ പ്രധാനപ്പെട്ട 4 തരം സിൽക്കുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ മാത്രമാണ്. മൽബറി സിൽക്ക്, ടാസാർ സിൽക്ക്, എറി സിൽക്ക്, മ്യൂഗ സിൽക്ക് ഇവയാണ് പ്രധാനപ്പെട്ട 4 തരം സിൽക്കുകൾ. ഈ 4 തരം സിൽക്കുകളും 4 തരം സിൽക്ക് വേംസിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ സിൽക്ക് എടുക്കാൻ വേണ്ടി ഈ കാറ്റർപില്ലാർസിനെയൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം ചോദിക്കരുത്.